സുപ്രഭാതം. ഇന്നത്തെ ടെറിറ്ററി ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാസയിലെ പുതിയ സമാധാന നിർദ്ദേശം ഇസ്രായേൽ തള്ളിക്കളഞ്ഞതോടെ ഉടലെടുത്ത നയതന്ത്ര പ്രതിസന്ധിയാണ് പ്രധാന വാർത്ത. തുടർന്ന് കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയെ അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ അയർലൻഡിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വാർത്തയും നമ്മൾ പരിശോധിക്കുന്നു. വാർത്തകളിലേക്ക് കടക്കാം. ഗാസയിൽ മുൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച 15 സമാധാന പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി തള്ളി. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നത് വരെ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസ മുനമ്പിൽ തുടരുമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ പദ്ധതിയിലെ വ്യവസ്ഥകൾ മേഖലയിലെ തങ്ങളുടെ സുരക്ഷാ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ നിലപാട്. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തിന് ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കുക എന്നത് അനിവാര്യമാണെന്ന് നെതന്യാഹു ആവർത്തിച്ചു. യുദ്ധാനന്തര ഗാസയുടെ ഭരണത്തെയും സുരക്ഷാ ക്രമീകരണങ്ങളെയും ചൊല്ലിയുള്ള നയതന്ത്ര പ്രതിസന്ധി ഈ തീരുമാനത്തോടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. സുസ്ഥിരമായ വെടിനിർത്തലിനായി അന്താരാഷ്ട്ര മധ്യസ്ഥർ ശ്രമങ്ങൾ തുടരുമ്പോഴും ഗാസയിൽ നിന്ന് ഇസ്രായേൽ അതിർത്തികൾക്ക് ഇനി ഭീഷണിയുണ്ടാകില്ലെന്ന് ഉറപ്പാക്കുന്ന കരാറുകൾക്ക് മാത്രമേ തങ്ങൾ വഴങ്ങുകയുള്ളൂവെന്ന് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നു. ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് കരുതിയ 15 പദ്ധതി ഇതുവരെ ഒരു അന്താരാഷ്ട്ര വേദിയും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഇതോടെ ഗാസയിലെ സൈനിക നടപടികൾ തുടരുന്നതിനിടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനത്തിനുള്ള സാധ്യതകൾ കൂടുതൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അധികാരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ടെറിറ്ററിന് വേണ്ടി റിപ്പോർട്ട്. അന്താരാഷ്ട്ര തലത്തിൽ പിടികിട്ടാപ്പുള്ളികളായ 5 പേരെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതത് രാജ്യങ്ങൾക്ക് കൈമാറി. ആഗോള നിയമപാലക ഏജൻസികളുമായി യുഎഇ നടത്തുന്ന സഹകരണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണിത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഉന്നതരും ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റാലിയൻ പൗരനായ ഒരു പ്രധാന മയക്കുമരുന്ന് മാഫിയ തലവനും കള്ളപ്പണം വെളുപ്പിക്കൽ, അക്രമം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇന്റർപോൾ, യൂറോപ്യൻ ജുഡീഷ്യൽ ബോഡികൾ എന്നിവയുമായി യുഎഇ ഒപ്പുവെച്ച ഉഭയകക്ഷി സുരക്ഷാ കരാറുകളുടെയും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിലെ വർദ്ധിച്ച സഹകരണത്തിന്റെയും ഫലമായാണ് ഈ കൈമാറ്റം. കുറ്റവാളികൾക്ക് സുരക്ഷിത താവളമായി രാജ്യം മാറുന്നത് തടയാനും അന്താരാഷ്ട്ര ക്രിമിനൽ ശൃംഖലകളെ തകർക്കാനുമുള്ള യുഎഇയുടെ പ്രതിബദ്ധതയാണ് ഈ നടപടികൾ വ്യക്തമാക്കുന്നത്. എമിറാത്തി നിയമങ്ങളും അന്താരാഷ്ട്ര കൈമാറ്റ ഉടമ്പടികളും പാലിച്ചുകൊണ്ട് സങ്കീർണമായ നിയമനടപടികൾക്ക് ശേഷമാണ് ഇവരെ കൈമാറിയതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തുടരുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി ഇവരുടെ പേരുകൾ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ അന്താരാഷ്ട്ര നിയമപരമായ ബാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തിയ തന്ത്രപരമായ മാറ്റമായാണ് സുരക്ഷാ വിദഗ്ധർ ഇതിനെ കാണുന്നത്. പ്രാദേശിക സുസ്ഥിരത നിലനിർത്തുന്നതിനും നിയമവാഴ്ച ഉറപ്പാക്കുന്നതിനും അതിർത്തി കടന്നുള്ള സഹകരണത്തിന് മുൻഗണന നൽകുന്നത് തുടരുമെന്ന് യുഎഇ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ടെറിറ്ററിന് വേണ്ടി സിസിലി തീരത്ത് പുരാതന റോമൻ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നാണിതെന്ന് ഇറ്റാലിയൻ സാംസ്കാരിക മന്ത്രി വിശേഷിപ്പിച്ചു. പലെർമോ നഗരത്തിന് സമീപം ഏകദേശം 92 മീറ്റർ ആഴത്തിലാണ് കപ്പൽ കണ്ടെത്തിയതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. വൈൻ, ഒലിവ് ഓയിൽ തുടങ്ങിയവ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ആംഫോറ എന്നറിയപ്പെടുന്ന വലിയ മൺപാത്രങ്ങളുടെ വൻശേഖരം കപ്പലിൽ ഉണ്ടായിരുന്നതായി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. റോമൻ സാമ്രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര പാതകളെക്കുറിച്ച് പഠിക്കാൻ ഈ കണ്ടെത്തൽ ഏറെ സഹായിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കപ്പൽ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രദേശം ഇപ്പോൾ കർശന സുരക്ഷയിലാണ്. കപ്പലിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടന്നുവരികയാണ്. കൂടുതൽ പഠനങ്ങൾക്കായി ആഴക്കടലിൽ പര്യവേഷണം നടത്താനാണ് ഗവേഷകരുടെ തീരുമാനം. സിസിലിയുടെ കടൽത്തീരത്ത് ഇനിയും കണ്ടെത്താത്ത ചരിത്രപരമായ വലിയൊരു നിധിശേഖരം ഒളിഞ്ഞിരിപ്പുണ്ടെന്നതിന്റെ തെളിവാണ് ഈ കണ്ടെത്തലെന്ന് ടെറിറ്ററി റിപ്പോർട്ട് ചെയ്യുന്നു. ദുബായിൽ നിന്ന് നാടുകടത്തപ്പെട്ടതിനെ തുടർന്ന് കുപ്രസിദ്ധ കുറ്റവാളി ഡാനിയൽ കിനഹാൻ അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ അയർലൻഡിലേക്ക് മടങ്ങുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തിരച്ചിലിന് വിധേയനായ 49-കാരനായ കിനഹാൻ അയർലൻഡിൽ എത്തിയ ഉടൻ തന്നെ നിയമനടപടികൾ നേരിടേണ്ടിവരും. ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി തടവുകാരന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേകം സജ്ജമാക്കിയ ബുള്ളറ്റ് പ്രൂഫ്, ബോംബ് പ്രൂഫ് വാഹനങ്ങൾ അരിഷ് പ്രിസൺ സർവീസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ കേസിന്റെ അതീവ ഗൗരവവും അരിഷ് അധികൃതർ ഇതിനായി ചെലവഴിക്കുന്ന വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഈ നീക്കത്തിലൂടെ വ്യക്തമാണ്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടിത കുറ്റകൃത്യ ശൃംഖലകൾക്കെതിരായ നീണ്ട അന്വേഷണത്തിലെ വലിയൊരു വഴിത്തിരിവാണ് കിനഹാന്റെ മടക്കയാത്ര. സുരക്ഷാ കാരണങ്ങളാൽ കൈമാറ്റത്തിന്റെ കൃത്യമായ സമയം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു.
കിനഹാൻ സംഘടിത കുറ്റകൃത്യ സംഘത്തിന്റെ നേതൃത്വത്തെ തകർക്കാൻ ഐറിഷ് നിയമപാലകരും അന്താരാഷ്ട്ര ഏജൻസികളും വർഷങ്ങളായി നടത്തിയ ഏകോപനത്തിന്റെ ഫലമാണ് ഈ നാടുകടത്തൽ. വരും ദിവസങ്ങളിൽ കോടതി നടപടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് ജർജത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിൽ ബാൾഡ് റേഞ്ച് കാട്ടുതീ നിയന്ത്രണാതീതമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മോശമാകുന്ന കാലാവസ്ഥയെ നേരിടാൻ തയ്യാറെടുക്കണമെന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പ്. BBC റിപ്പോർട്ട് പ്രകാരം കാട്ടുതീ ഇപ്പോൾ 103 ചതുരശ്ര കിലോമീറ്ററിലധികം 39 ചതുരശ്ര മൈൽ പ്രദേശത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. തീ പടരുന്ന പാതയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സാഹചര്യം വഷളായാൽ ഉടൻ ഒഴിഞ്ഞുപോകാമെന്ന നിലയിൽ തയ്യാറായിരിക്കണമെന്നും പ്രാദേശിക ദുരന്തനിവാരണ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. തുടർച്ചയായ വരൾച്ചയും ദിശമാറുന്ന കാറ്റുമാണ് തീ അതിവേഗം പടരാൻ കാരണമാകുന്നത്. ഇത് തറനിരപ്പിലെയും ആകാശമാർഗമുള്ളതുമായ അഗ്നിശമന പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെങ്കിലും നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ തീ നിയന്ത്രണവിധേയമാക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പ്രവിശ്യാ സർക്കാർ കൂടുതൽ സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിലും തീയുടെ വ്യാപ്തി വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഒഴിപ്പിക്കൽ ഉത്തരവുകളെക്കുറിച്ചും വായുവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുമുള്ള തത്സമയ വിവരങ്ങൾക്കായി ഔദ്യോഗിക സർക്കാർ ചാനലുകൾ ശ്രദ്ധിക്കണമെന്ന് താമസക്കാരോട് അഭ്യർത്ഥിക്കുന്നു. തീ പടരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനാണ് നിലവിൽ മുൻഗണന നൽകുന്നത്. സാഹചര്യം എപ്പോഴാണ് പൂർണ്ണമായി നിയന്ത്രണത്തിലാകുക എന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. ജർമ്മനിയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു സൈനിക കേന്ദ്രത്തിന് മുകളിൽ അജ്ഞാത ഡ്രോണുകൾ കണ്ടതിനെ തുടർന്ന് ജർമ്മൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ സൂക്ഷിക്കുന്ന താവളത്തിന് സമീപമാണ് ഡ്രോണുകളെ കണ്ടെത്തിയതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ലൈപ്സിഗിലെ ഒരു ലോജിസ്റ്റിക്സ് സെന്ററിൽ സ്ഫോടകവസ്തുക്കൾ അടങ്ങിയ സംശയാസ്പദമായ പാഴ്സൽ കണ്ടെത്തിയ സംഭവത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ സുരക്ഷാ വീഴ്ച. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ജർമ്മനിയിലെ സൈനിക കേന്ദ്രങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഡ്രോണുകൾ എവിടെ നിന്നാണ് വന്നതെന്നും അവയുടെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്താൻ ഫ്ലൈറ്റ് ലോഗുകളും നിരീക്ഷണ വിവരങ്ങളും പരിശോധിച്ചുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറായില്ലെങ്കിലും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് അവർ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം യൂറോപ്യൻ പ്രതിരോധ ഏജൻസികൾക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വേണ്ടി റിപ്പോർട്ട്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൃത്യതയോടെയും വിശ്വാസ്യതയോടെയും വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. സത്യം മാത്രം കൃത്യമായി.